നമസ്കാരം. നമസ്കാരം. ഉഷാറല്ലേ? ആദ്യത്തെ സ്കിറ്റ് അങ്ങോട്ട് ഇറക്കിയാലാ? നമ്മുടെ മണിക്കുട്ടൻ ചേട്ടനുണ്ട്, രാജ്പാലോടുണ്ട്, കൂടെ അമല്. ഒരു നല്ല കൈഡി. എല്ലാവരും ഒരു നിറഞ്ഞ കൈഡി നൽകുക. അമരവിള പുഷ്പന്റെ ശിഷ്യൻ ഇതാ ചന്ദ്രൻ ഗംഭീരമായ പാട്ട് പാടിയിരിക്കുന്നു. ഇനി ചന്ദ്രന്റെ സമ്മാനം കൊടുക്കാനുള്ളവർ സ്റ്റേജിന്റെ സൈഡിലേക്ക് വരിക. വരാം 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 വരാം. അയ്യോ, ഞാൻ പിന്നെ വന്ന് ഫോട്ടോ എടുക്കാം. തിരക്കാരും ഉണ്ടാക്കരുത്, ദയവേത് തിരക്കുണ്ടാക്കരുത്. ഞാൻ വരാം, വന്ന് ഞാൻ പിന്നെ വന്ന് ഫോട്ടോ എടുത്തോളാം കേട്ടോ. നീയാണോ എന്റെ ശിഷ്യൻ? എന്നാ ഇത് കണ്ടടാ, ഇത് കേട്ടടാ അണ്ണാ. ഈ അംഗീകാരം, ഈ ആർപ്പ് വിളി എനിക്കുള്ളതല്ല, എന്റെ അണ്ണനുള്ളതാണ്. അണ്ണ എന്റെ ഗുരുവാണണ്ണ. അണ്ണാ, ഇത്രയും നാൾ ഞാൻ പല ആൾക്കാരുടെ ഞാൻ പരിപാടിക്ക് പോയിട്ടുണ്ട്, പാട്ട് പരിപാടിക്ക്. ഒരുത്തിനും ഇന്നേ വരെ എന്നെ ഒരു വേദി തന്ന് എന്നെ പാടിപ്പിച്ചിട്ടില്ല. അണ്ണന്റെ പരിപാടിയിലാണ് അണ്ണൻ എനിക്കൊരു പാട്ട് പാടാൻ അവസരം തന്നത്. അണ്ണ കാലത്ത് പിടി. എടാ, ഇതെല്ലാം നിനക്കുള്ളതാ. എന്നാ പിന്നെ അണ്ണന്റെ കാല് പിടി. പിന്നെ എനിക്കുള്ളതെന്ന് പറഞ്ഞു. എടാ, നീ അല്ലേ പാടിയത്? അപ്പൊ നിനക്കല്ലേ ഈ അംഗീകാരം കിട്ടിയത്? അണ്ണാ, എന്റെ ഗുരുനാഥനായ അണ്ണൻ ഒറ്റ ഒരാൾ കാരണമാ ഞാൻ ഈ പാട്ട് പാടിയത്. അമരവിള പുഷ്പന എന്റെ ഗുരുനാഥൻ. ശരി, ഈ അംഗീകാരം അണ്ണനുള്ളതാണ്. അല്ല, നീ പാടിയതാണ് നിനക്കുള്ളതാണ്. ഡയലോഗ് മറന്നുപോയതാണോ അതോ പിണങ്ങി നിൽക്കുകയാണോ? പിണങ്ങി നിൽക്കുക. പിണങ്ങി? എടാ, പിണങ്ങാതെടാ. ശരി, നീ പിണങ്ങാതിരിക്കാൻ ഞാൻ എന്താ വേണം? ഞാനിത് വാങ്ങിക്കണം. അത്ര വാങ്ങിക്കണം. തന്നോളൂ. എന്റെ ഗുരുവേ, ഇടിയണ്ണ. താങ്ക് യു. അത് കിട്ടിയോ? ഇവിടെ പോയ സാധനം എന്നാലും ഇരിക്കട്ടെ. ഇട്ടോ? ഇട്ടിട്ട് പോക്കറ്റ് കൊള്ളുന്നില്ല. ഇട്ടിട്ട് അതെന്താ അങ്ങനെ? അണ്ണ അംഗീകാരം. എന്നാ ഈ അംഗീകാരം എല്ലാം ഉടച്ചിട്ട് ആ അംഗീകാരം ഇങ്ങോട്ടെ. അണ്ണന് 2 അംഗീകാരം തന്നില്ലണ്ട. ഞാൻ ഒരു അംഗീകാരം എടുത്തോളൂ. അംഗീകാരം അല്ലടാ, ഇത് അഹങ്കാരം എന്നാ പറയേണ്ടത്. അഹങ്കാരം. അണ്ണ ആവർത്തനം പറയരുത്. താണ്ട, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, അണ്ണന്റെ ഒപ്പം നിന്ന് രക്ഷപ്പെടണം. കമ്മിറ്റിക്കാർ 2 അപ്പം വന്നിട്ടുള്ളൂ. ആ അപ്പം നിന്ന് എനിക്ക് രക്ഷപ്പെടണം. അപ്പം നിന്നാനല്ല, നിങ്ങളുടെ ഒപ്പം നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന്. എന്റെ സംഗീത ലോകത്തേക്ക് കയറ്റി വിടണമെന്നാ. സംഗീത ലോകത്തേക്ക് കയറ്റിവിടാൻ ഞാൻ അവിടുത്തെ സെക്യൂരിറ്റി. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? എടാ, നിന്നെ ഞാൻ അങ്ങോട്ട് കയറ്റി വിട്ടില്ലേ? ഇപ്പൊ നീ ഇപ്പൊ പാടിയില്ലേ? നിന്നെ ഇപ്പൊ അംഗീകരിച്ച് ചെയ്യണം. നീ ഇനി ഇപ്പൊ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നീ ഇൻഡിപെൻഡന്റ് ആവണം. ഇനി ഞാൻ നോർത്ത് ഇന്ത്യ പോണം, ഭാഷ പഠിക്കണം. അത് മാത്രമല്ല, അവിടുത്തെ ലേഡീസിന്റെ ഡ്രസ്സ് ഞാൻ എവിടെ നിന്ന് തയ്ക്കും? അതെന്തിനാ? ഇൻഡിപെൻഡന്റ് ആവണമെന്ന് പറഞ്ഞു. ഇൻഡിപെൻഡന്റ് ആവണമെന്നാണോ പറഞ്ഞത്? പിന്നെന്തോ ഇൻഡിപെൻഡന്റ് ആകണം എന്ന് വെച്ചാ നീ സ്വതന്ത്രമായിട്ട് നിന്ന് പാടണം. എനിക്ക് വയ്യ ഉടുതുണിയില്ലാതെ പാട്ടോടെ. അതാണോ പറഞ്ഞത്? പിന്നെന്തോ? എടാ, നീ എന്റെ കൂടെ നിന്നല്ല, നീ ഇനി കേറി പോണം. നീ ഒറ്റയ്ക്ക് നിന്ന് പാടണം. കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല അണ്ണ. അയ്യോ അണ്ണനെ കളഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക്? അണ്ണ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അണ്ണ എങ്ങനെയാണ് ഇതിനകത്തോട്ട് ഇറങ്ങിയത്? നിസ്സാരം. ഇത് എടുക്കുക, വലത് കാലം ആദ്യം കയറ്റുക, ഇടത് കാലം കയറ്റുക, പിടിച്ച് ബെൽറ്റ് ഇടണം, അല്ലെ ഊരിപ്പോകും. ഇതിന്റെ കാര്യമാണെന്ന് ചോദിച്ചത്. അണ്ണ ഇങ്ങനെ സംഗീതത്തിലോട്ട് ഇറങ്ങിയെന്ന്. സംഗീതത്തിലോട്ട് എന്നെ വഴിതിരിച്ചു വിട്ടത് ആരാന്ന്? വഴിതിരിച്ചു വിട്ടാരാണ്? അച്ഛൻ. നിങ്ങൾ അച്ഛൻ ട്രാഫിക് പോലീസ് ആയിരുന്നു ഈ കണ്ണി കണ്ടതൊക്കെ വഴിതിരിച്ചു വിടാനായിട്ട്? എടാ, അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെന്തോ? എന്റെ അച്ഛന് വലിയ സംഗീത പ്രേമിയായിരുന്നു. അച്ഛൻ 10-65 വയസ്സ് വരെ എനിക്ക് വേണ്ടി ജോലി ചെയ്തതാ. ആണോ? അവസാനം സുഖമില്ലാതെ ആശുപത്രിയിലായി. ഞാനിത് അറിഞ്ഞില്ല. 2-3 ദിവസം കഴിഞ്ഞാ ഞാൻ ചെന്നത്. ഞാൻ നോക്കുമ്പോ ഐസി കിടക്കുക. ഞാൻ തുറന്നിങ്ങനെ നോക്കിയപ്പോ അച്ഛൻ ഇങ്ങനെ തലമുക്കി നോക്കിയിട്ട് ദേഷ്യം വന്നിട്ട്, പോടാ, നിന്റെ പാട്ടിന് പോടാ എന്ന് പറഞ്ഞപ്പോ എനിക്ക് കത്തി. പാട്ടിന് പോടാ. അങ്ങനെ വന്നത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എന്റെ വഴി ഏതാന്ന്. അങ്ങനെ പിന്നെ ഞാൻ പാട്ടേ എന്ന് പറഞ്ഞ ഇറങ്ങി. അതിനിടയ്ക്ക് ആക്രി കച്ചവടത്തിന് പോയത് നിങ്ങൾ? പാട്ടേ എന്ന് പറഞ്ഞു. പാട്ടേ എന്ന് പറഞ്ഞ് ഇറങ്ങിന്ന്. സംഗീതത്തിന് വേണ്ടി ഇറങ്ങി. ഇനിയിപ്പോ അടുത്ത പാട്ടാരാ പാടണ്ടേ? അടുത്ത പാട്ട് ഡാൻസ് കഴിഞ്ഞ പിന്നെ അണ്ണന്റെ പാട്ടാ. അയ്യോ, ഏതാണ് പാടുന്നത്? ഞാൻ എന്റെ മാസ്റ്റർ പീസ്. ഏത്? നഗുമോ? പൊന്നണ്ണ ഫ്രണ്ട് ഞാൻ കാണും. എന്തിന്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അണ്ണ ഈ പാട്ട് പാടുന്നത്. എത്ര കേട്ടാലും എനിക്ക് മതി വരൂല. എന്തോ എനിക്ക് അണ്ണത് പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അണ്ണാ, ഇതിന്റെ അർത്ഥം എന്തുവാണ്? സംഭവം സംസ്കൃതമല്ലേ? സംസ്കൃതോ? തെലുങ്ക്, കന്നഡ. നിനക്ക് ഏതാണ് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഭാഷ? സംസ്കൃതത്തിൽ പിടിപിടിക്കാം. സംഭവം നിസ്സാര അർത്ഥം മാത്രമേ ഉള്ളൂ. ഒരു പാമ്പ് കടിക്കാൻ വരുമ്പം ഒരാളുടെ മാനസികാവസ്ഥ എന്താണോ അതാണ് ഈ പാട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. എടാ, ഇപ്പൊ നകുമോ ഓ മൂക്കനല്ലേ, ഓ മൂക്കനല്ലേ, ഊർക്കം പത്തിയും വരുത്തിയിരിക്കുക. അപ്പൊ മൂക്കനല്ലേ, കൊത്തുവോ അതോ നക്കുമോ? അപ്പൊ ഈ പുള്ളിയുടെ സംശയം. അപ്പൊ ഈ നീനാ ചാലി
നീ ഈ സമയത്ത് നീ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ ഏതെങ്കിലും ചാലി ചാടി രക്ഷപ്പെടും. ഇത് തന്നെ അവിടെ സംഭവിച്ചത്. അതാണല്ലേ അവനെ ഏതെങ്കിലും ചാലി കൂടെ രക്ഷപ്പെടുക. അപ്പൊ ഈ ചെൽസിയാ പെട്ടെന്ന് പോകും. പതുക്കെ പോകാൻ പറ്റുമോ? അയ്യോ, നീ ആ ചാലി പെട്ടെന്ന് എടുത്ത് ചാടി രക്ഷപ്പെടുക എന്നുള്ളത്. അണ്ണ ഇത് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. എന്ത് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണം. പിന്നെ ഞാൻ പ്രത്യേകം കാര്യം പറയാണ്, സ്ത്രീകളുടെ താലപ്പൊലിയുടെ ഇടയ്ക്ക് കിടന്ന് ഏവനേലും വരിക ചെരുപ്പിനടിച്ചോണം. എന്താ അങ്ങനെ? പിന്നെ എനിക്ക് മാത്രം അടി കിട്ടിയാൽ മതിയോ? എല്ലാവരും അടിച്ചോണം. വേലി തന്നെ വിളവ് തിന്നുന്നല്ലേ? അത് പിന്നെ ചോദിക്കടാ. ആരെങ്കിലൊക്കെ സംസാരിക്കും മണ്ണാക്കി നോക്കിയിരിക്കും. ഇനി വന്നേ, ഇയാളെ ഞാൻ എവിടെയോ എന്നെ കണ്ടിട്ട് എന്നിഷ്ടം നിന്നിഷ്ടത്തിലെ മോഹൻലാലിന്റെ കണക്കുണ്ടല്ലേ? എനിക്ക് നിന്റെ തന്നിഷ്ടം പോലെ തോന്നുന്നു. അതെ, അല്ല ഞാൻ സംസാരിക്കാം. ഹലോ, ഞാൻ എവിടെയാന്ന്? ഞാൻ മറ്റേ ഗാനമേളക്കാരുടെ ഇടയിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? നമ്മുടെ അമ്പലത്തിൽ വന്ന കലാകാരന്മാരാണ്. കലാകാരന്മാരെന്ന് പറഞ്ഞ ആരാണ്? ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഞാനങ്ങ് വന്നേക്കാം. കേട്ടോ? 10 പേർക്കുള്ള അപ്പോയെ കൊണ്ടുവരുന്നുള്ളൂ. ഇനി 10 പേർ കൂടെ കിട്ടാനുണ്ട്. 20 പേർക്കുള്ള ഫുഡല്ലേ പറഞ്ഞത്? പിന്നെ പ്രതിപുരുഷൻ ഒന്ന് എന്നോട് ക്ഷമിക്കണം, പ്രതിപുരുഷൻ 2 ക്ഷമിക്കണം. ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ മാത്രമല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനുള്ളൂ. ഇവിടെ വേറൊരുത്തനാണ് ഇവിടെ നിർത്തിയത്. ഞാൻ അവനെ വിളിക്കട്ടെ. ഹലോ, അതാ പുള്ളി. പ്രതിപുരുഷൻ പ്രതീക്ഷേ, എടാ ഗാനമേളക്കാർക്ക് അപ്പം കൊടുക്കാത്ത എന്താ? എടാ അവരുടെ മേടിച്ച് തിന്നാനുള്ള കാശില്ലാത്തതുകൊണ്ടായിരിക്കും അവർ ഈ കിടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നീ കൊടുക്കാത്തതിന്റെ കാര്യം? അല്ല, എനിക്കറിയാൻ പാടില്ലാത്ത യവന്മാരൊക്കെ വീട്ടിൽ നിന്ന് വയറ് വാടകയ്ക്കെടുത്ത് വന്നേക്കോണെന്ന്. എവിടെയെങ്കിലും ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കാമോ? ഇങ്ങനെ അട്ടിപ്പറ് കിടക്കാമോ? ഫുഡ് വേണ്ട. വേണ്ടേ? ഫുഡ് നമ്മള് എനിക്ക് പെട്ടെന്ന് എന്താ വയറ് വിത്തല്ലേ? അയ്യോ, ഫുഡ് കഴിച്ചോ? നമ്മള് കഴിച്ചു. ഫുഡിന്റെ കാര്യത്തിൽ ഞാനും എന്റെ അച്ഛനും ഇച്ചിപ്പോന്നുള്ള വർത്താനം ആരോടും പറഞ്ഞിട്ടില്ല. അത് കഴിച്ചോ? ഞങ്ങൾ കഴിച്ചു. പ്രതീക്ഷേ, നമുക്കേ അവർക്ക് ഫുഡ് വേണ്ട. വേറെന്താ വേണ്ട? ചൂടുവെള്ളം ആയാലും. ചൂടുവെള്ളം കിട്ടിയാ കൊള്ളാം. ചൂടുവെള്ളം നല്ല. പ്രജീഷേ, എടാ അവർക്ക് ചൂടുവെള്ളം കൊടുക്കണ്ടേടാ. പാട്ടുകാരാണ്, ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവരണം എന്നൊരു ബോധവും വിവരവും ഇല്ലാത്തവന്മാരാണ്. നമ്മൾ വേണ്ടേ പ്രതീക്ഷ അതൊക്കെ നോക്കാൻ? അല്ലെങ്കിൽ തന്നെ ഒരു കർഷകൻ കിളക്കാൻ പോയ തൂമയും കൊണ്ട് പോകും. ഇവന്മാർക്ക് ഒരു ഫ്ലാസ്കിൽ ഇത്തിരി ചൂടുവെള്ളം കൊണ്ടുവന്ന. ചൂടുവെള്ളം വേണ്ട. എന്താണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോ നിങ്ങളത് എന്തിനാണത് വേണ്ട എന്ന് പറയണത്? അയ്യോ, ഞങ്ങൾക്ക് തികഞ്ഞു. അല്ല, പിന്നെ നമ്മൾ സ്റ്റേജിലിട്ട സാധനങ്ങൾ കിട്ടിയില്ലല്ലോ. കിട്ടിയില്ലേ? സോപ്പും തോർത്തും അവിടെ നിന്ന് കുളിച്ചിട്ട് പോരാൻ പാടില്ലായിരുന്നു. അങ്ങനല്ല, പിന്നെ നമുക്ക് ഇതിനകത്ത് മേക്കപ്പ് ഒക്കെ തുടങ്ങി. അയ്യോ, അതൊക്കെ പരിപാടി കഴിഞ്ഞ് പോരെ. അല്ല, ഞാൻ എഴുതിയ സാധനം ഉണ്ടായിരുന്നല്ലോ, പേപ്പർ ഉണ്ടായിരുന്നല്ലോ. അല്ല, ഞാൻ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എഴുതിയിട്ടായിരുന്നു. എന്റെ ഉണ്ട്. എന്റെ ഉണ്ട്. ഇതിനകത്ത് തേങ്ങ കിട്ടിയായിരുന്നല്ലോ. തേങ്ങ കിട്ടിയായിരുന്നല്ലോ. പിന്നെ നിങ്ങൾക്ക് മുഖത്ത് തേക്കാനുള്ള ബണ്ണ് അത് കിട്ടിയായിരുന്നു. പിന്നെ ഇത് മാത്രം കിട്ടിയില്ല. ഏതാ ഈ സാധനം? ഇത് പുള്ളിയുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും പുള്ളി തന്നില്ല. സംക്രാന്തിയുടെ ചിരി. സംക്രാന്തിയുടെ ചിരി? അത് 3 കമ്മിറ്റിക്കാർ ഇപ്പോഴും പുള്ളിയുടെ വീടിന് മുമ്പിൽ നിൽക്കുക. സാമ്പ്രാണി തിരി എന്ന് എഴുതി വെച്ചേക്കുന്നത്. എന്തോ ചെയ്യാനാന്ന് പറ. സംക്രാന്തിയുടെ ചിരിയോ? ഫോട്ടോ അത് കിട്ടത്തില്ല, നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമുക്കിന് ഓളമുള്ള പാട്ട് വേണം. ഓളമുള്ള പാട്ട് പാടാം. ഓളമുള്ള പാട്ട് ഞാൻ നോക്കിയിട്ട് നഗുമോ കിടക്കുക. നീ നക്കോ കടിക്കോ നിന്റെ ഇഷ്ടം, അതല്ല ഞാൻ പറയുന്നത്. ഞാൻ നോക്കിയിട്ട് ഇയാളെ നല്ല പാട്ടൊന്നും കിട്ടാൻ വഴിയില്ല. ഇദ്ദേഹം അവസാനം പാടിയ പടകാളി ചങ്കിച്ചങ്ങട അങ്ങ് ആ സാധനം, അതുപോലത്തെ സാധനം വേണം. കാര്യം നമ്മൾ യൂത്ത് വന്നതാണ്. അല്ല, അതുകൊണ്ട് ഇനി അമരവിള റെസ്റ്റ് എടുക്കും, അദ്ദേഹം പാടിക്കോളും. അല്ല, അവൻ പാടത്തില്ലല്ലോ. ഞാൻ കടിക്കട്ടെ. അവൻ പാടത്തില്ല. ആര് പറഞ്ഞു? ഞാൻ പറയാതെ പാടത്തില്ല. പാടുകൂടാ? പാടും. ഞാൻ പാടും. പുള്ളി പാടും. പിന്നെ എന്നാ പ്രശ്നം? ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. നീ ഗുരുത്വദോഷമില്ലേ കാണിച്ചത്? ഞാൻ പറയാം, നീ കയറി പാടുകൂടാ? ഞാൻ പാടും. പിന്നെ എനിക്കൊരു വേദി കിട്ടിയാൽ ഞാൻ പാടണ്ടേ? നീ ഇവിടെ അവിടെ കയറി അതിനകത്ത് കോക്കാൻ വെച്ച് കാണിച്ച് ഇങ്ങനെ പാടുന്ന പാട്ടല്ല പാട്ട്. പിന്നെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയും താളവും ഉണ്ടാവണം. അതിന് സ്വരസ്ഥാനം ക്ലിയർ ആയിരിക്കണം. 2 വരി പാടറാ. ഞാൻ പാടറോ? നീ കയറി സരി സനി സനി പാനി സാരി പകാരി സരി സനി സനി സത്തി സനി പകാരി ഗമനി ശ്രീ ഗമനി ശ്രീ നിശ്രീ വിനായകം നമഃ. വിനായകം നമഃ. ധനി സരി ഗാഗ ഗമ പമ ഗരി സരി സരി നീ സരി നി സ ധനി പദ മപ ഗമ പദ നി സാ. അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തും. കറക്റ്റായിട്ട് പറഞ്ഞോണ്ട്. അയ്യോ, അയ്യോ, അയ്യോ.
അയ്യോ എടാ ഓമനക്കുട്ടാ, എടാ ദേഷ്യം വന്നപ്പോ എടാ മോനെ, എന്റെ ദൈവമേ, എടാ ഓമനക്കുട്ടാ. ചെയ്യാനാന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ആലോചിച്ച് കണ്ടുന്ന കാര്യങ്ങളാണോ? മിസ്റ്റർ ആഭ്യന്തരവളെ, നിങ്ങളുടെ ഗാനമേള നടക്കത്തില്ല. അതിനു മുമ്പ് ആന അടങ്ങി ഭയങ്കര പ്രശ്നമായി. അല്ല, നിങ്ങളുടെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, പാടാനുള്ള പുസ്തകം എടുക്കാൻ പോയി. എന്ത് ഉത്തരവാദിത്തം ഇല്ലാത്തവനാണ്. ഇൻ കേസ് ഗാനമേള ഉണ്ടെങ്കിൽ അവൻ ഇവിടെ വേണ്ടേ? അല്ല, ഇതന്നെ ഈ കിടക്കണേ തമ്പുരുവാ. ആണ്ടെ, നിങ്ങളുടെ തമ്പുരി ഇരുന്ന് കൂർക്കം വലിക്കണം. കൂർക്കം വലിക്കും ചത്തില്ലേ? അത് ശ്രുതി മുറുക്കുമെന്ന് തോന്നുന്നു. മോനെ വൃത്തിയെത്താനെ തന്നെ പോലൊരു കലാദ്രോഹി ജീവിതത്തെ ഞാൻ കണ്ടിട്ട് താനൊരു കലാകാരനാണോ? എന്നെ തലക്കടിച്ച് ബോധം കെടുത്ത് ഇട്ടിരിക്കുവായിരുന്നു പ്രസിഡന്റ്. അതിപ്പോ എന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ പ്രധാന പ്രശ്നമൊന്നുമല്ല, ഗാനമേള നടക്കത്തില്ലേ? ആന അടഞ്ഞു. ഈശ്വര. അതെ. അപ്പം എന്റെ പാട്ടിനില്ലേ? പാട്ടിനില്ലേ? എത്രയും പെട്ടെന്ന് നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ പോകാൻ നോക്കി. അല്ലെങ്കിലും അങ്ങനെ ഞാൻ ആനനെ പോയി. ഗുരുത്വ ദോഷം നിനക്ക് ഇനിയുള്ള എന്നില്ലേ? ആരോ വിളിക്കുന്നു. ഹലോ, ആ ഗൾഫിൽ നിന്നാണോ? ഗാനമേള 27 ഒഴിവുണ്ട്, 28 ഒഴിവുണ്ട്, 29 ഒഴിവുണ്ട്. എവിടേക്കാ? ബഹ്റിൻ, ദുബായ്, അബുദാബിയില്. ഓ, ഞാൻ റെഡി. ഓക്കെ, അമരവിള പുഷ്പന്റെ ഗാനമേള. ഓക്കെ, ശരി. അണ്ണാ, തെറ്റെന്റെ ഭാഗത്താണ്. കാരണം ഇത്രയധികം കഴിവുള്ള നിങ്ങൾ ഒരു വേദി തരുമ്പോൾ അതിന്റെ പകുതിയുടെ പകുതി കഴിവുള്ള ഞാൻ ഒരിക്കലും ആ പാട്ട് കയറി പാടരുതായിരുന്നു. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഈ വരുന്ന ഗൾഫ് പ്രോഗ്രാമിന് ഞാൻ കൂടെ വരുന്നേ ഉള്ളൂ. അണ്ണം തന്നെ പാടിക്കോ. എടാ, താടി കത്തുമ്പോ ബീഡി കത്തിക്കാം. എന്നിട്ട് ആ കത്തിച്ച ബീഡി കൊണ്ടൊന്ന് പെരയും കൂടെ കത്തിക്കരുത്. കത്തിച്ചിട്ട് പിന്നെ വാഴയും കൂടെ വെട്ടരുത്. വെട്ടിയാ നല്ല ഉഷാറായിട്ടൊരു കയ്യടി ആവാം. നല്ല സ്റ്റിറ്റായിരുന്നു അല്ലേ? നസീർക്ക നല്ല ഗാനമുള്ള ടീമായിരുന്നു, കുഴപ്പമില്ലാത്തൊരു ടീമായിരുന്നു. പക്ഷേ ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോൾ നല്ലോണം റിഹേഴ്സൽ ചെയ്തിട്ട് പോകും. അതിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്തു. അവിടെ എവിടെയൊക്കെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നുണ്ടായിരുന്നു. ആ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല, നിങ്ങൾ കളിച്ചു. നിങ്ങൾ പിന്നെ നല്ല രീതിയിൽ അത് കളിക്കുമെന്ന് നമുക്കറിയാം. അല്ല, വേറെ ഒന്നും അല്ല. കാര്യം നിങ്ങളിൽ നിന്ന് ഇതിൻ്റെ അപ്പുറം കിട്ടുന്നതാണ്. അത് കുറഞ്ഞപ്പോൾ ഉള്ള ഒരു മനപ്രയാസം കൊണ്ട് പറഞ്ഞു പോയതാണ്. റിഹേഴ്സലിൻ്റെ ഒരു കുറവുണ്ട്. നല്ല സ്കിറ്റുമായിരുന്നു, നല്ല ത്രെഡുമായിരുന്നു. അത്യാവശ്യം നിങ്ങൾ നല്ല രീതിയിൽ കളിക്കുകയും ചെയ്തു ഉള്ളത്. പക്ഷേ ഇത് കൺഫ്യൂഷൻ കിടന്ന് കളിക്കുന്നതുകൊണ്ട് ആ ഒരു മൂഡിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോയി. ഓക്കെ, അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക, ഗംഭീരമായിട്ട് വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രസാദേട്ടാ. ഈ സിനിമയായാലും നാടകമായാലും ഗാനമേളയായാലും ഇതിൻ്റെയൊക്കെ പിന്നണിയിലുള്ള രാഷ്ട്രീയം, ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. അതുപോലെ തന്നെ എൻ്റെ ഹാസ്യം കുറേ ഭാഗങ്ങളിൽ നല്ല ഹാസ്യം ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് സീരിയസ് ആയി, മനസ്സിലായില്ല. ആ സീരിയസ് ആണ് ഇവർ തമ്മിൽ ഈഗോ ക്ലാഷ് ഉണ്ടായിരിക്കുന്നത്. അത് കുറച്ചൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു അങ്ങനത്തെ കുറച്ച് രംഗങ്ങളൊക്കെ. അതുപോലെ അമലിനെ പോലെ ഒരു മണ്ടനായ ഓർഗനൈസർ ഇത്രയും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചില ഓർഗനൈസേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇന്നാളൊരു പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രീൻ റൂം 2 വേണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, വെള്ള നിറമാണ് അടിച്ചിരിക്കുന്നത്, ഗ്രീൻ കളർ അല്ല കേട്ടോ ഞങ്ങളുടെ മുറിക്ക്, അതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. അങ്ങനെ ചോദിച്ചവരുണ്ട് ഒരുപാട് പേര്. അപ്പോൾ അത് ശരിക്കും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഈഗോയും അവസാനമുള്ള ചേഞ്ചസും എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ ഒപ്പം തന്നെ ഇത്തിരി സീരിയസ് ആയിപ്പോയി. നമുക്കിവിടെ ഹ്യൂമറാണ് വേണ്ടത്, നല്ലൊരു സ്റ്റോറി അല്ല വേണ്ടത് ഇവിടെ. അപ്പോൾ ഹ്യൂമറിൻ്റെ ഭാഗത്ത് അല്പം കുറഞ്ഞു പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവരെയൊന്നും കാണുന്നില്ല. എന്ന് നോക്കിയാലും ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇവർ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നതാണ് കാണും. ഓരോ ദിവസവും ഓരോ എയർപോർട്ടിൽ കാണാം പുള്ളീനെ. നടുക്ക് നിൽക്കുന്ന അദ്ദേഹമാണോ? നടുക്ക് നിൽക്കുന്ന അദ്ദേഹം തന്നെ. അതെല്ലാം ഈ ഐറ്റം വേറെയുടെ ഒരു പവറിലല്ലേ പോണത് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിന് നല്ലൊരു ഐഡിയ നമുക്ക് കൊടുക്കുക. ഇത്രയും യാത്രകൾ അദ്ദേഹം പ്രോഗ്രാമിനായിട്ട് നടക്കുന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ്. അത് നമ്മളെല്ലാവരും വളരെയധികം പ്രൗഡാണ് ആ കാര്യത്തിൽ. ഓൾ ദ ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു, താങ്ക് യു. വിജുകട ചേട്ടാ. അമലെ, മണിക്കുട്ട, രാജേഷേ, അത്യാവശ്യം നല്ലായിരുന്നു. അത് പൂർണ്ണമായിട്ടും ഒരു എന്താ പറയുക തമാശകളുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പ്രോഗ്രാമൊക്കെ പോകുന്ന ആൾക്കാരാണ്, നിങ്ങളും പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് ക്ലാരിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും എന്തൊക്കെ അവിടെ. അപ്പോൾ നമ്മുടെ കയ്യിൽ കിടക്കുന്ന സ്കിറ്റ് നമുക്ക് കുറച്ചും കൂടി ചെയ്യാമായിരുന്നു അല്ലേ?
കുറെ കാര്യം ഇപ്പൊ ഈ പാട്ട് പാടി പുറകേല് വന്നിട്ട് ആ പൈസ കിട്ടുന്ന കാര്യങ്ങളും 3 അംഗീകാരം കിട്ടി 2 അംഗീകാരം എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കണം. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഈ നമ്മുടെ ഹ്യൂമർ എന്ന് പറയുന്നത്. ആ 2 അംഗീകാരം ചേട്ടന് തന്നു, 1 അംഗീകാരമല്ലേ ഞാൻ എടുത്തുള്ളൂ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതേപോലത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ സെന്ററിൽ കുറച്ച് വലിഞ്ഞു പോയെന്നൊരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഒരിത്തിരി തമാശയുടെ കുറവ് ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ഉണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ റെഡി ആക്കിയാൽ മതി. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. എന്നാ പിന്നെ നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം. ആദ്യം ആരാണ് പൈസ കൊടുക്കുന്നത്? ഞാനൊരു 7000 രൂപ കൊടുക്കാം. 7000 രൂപ. ചേട്ടാ, ഞാൻ ഒരു സ്റ്റേജിൽ തന്നെ ഇപ്പോഴും പ്രോഗ്രാം ചെയ്യുന്ന ആളായതുകൊണ്ട് 8000 രൂപയാക്കി. രണ്ടുപേരുടെ 15000 രൂപ ആയിട്ടുണ്ട്. അയക്ക്, ടോട്ടൽ എമൗണ്ട് അയക്ക്. ടോട്ടൽ എമൗണ്ട് 30,000 രൂപ. അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടെ വേണം. പാലോട് ഉഷാറായിട്ട് തിരിച്ചു തരണം. ഓക്കെ, നല്ല ഹെയർ സ്റ്റൈൽ. നല്ലൊരു കൈ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം റെഡിയാണെന്ന് വിളിക്കട്ടെ. നമ്മുടെ മനു കുമാരി ഉണ്ട്, കൊച്ചി പ്രദീപേട്ടനുണ്ട്, ദീപു ചേട്ടനുണ്ട്. നല്ലൊരു കൈയ്യടി വേണം. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴ ആരും തുടച്ചില്ല. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല. അച്ഛാ, കാലത്ത് തന്നെ വെള്ളമായിട്ട് കയ്യിലൊരു മാവിൻ തയ്യായിട്ട് പാലേട്ടെല്ലാം നെടുപിടിയോണം കളിച്ചത് എങ്ങടാ? മൂകാമ്പയേക്ക് വല്ലാണോ? ദൈവമേ, ആ റിയാസ് ഖാനും കൂട്ടിൽ വന്ന് ഇതെന്നെ തല്ലും. എനിക്ക് വയ്യ. റിയാസ് ഖാന് എടാ കൊച്ചുവായി വലിയ വർത്താനം പറയാനായിട്ട് നിങ്ങളുടെ ഉദ്ദേശം എന്നത് പറഞ്ഞു. എടാ ഇത് മാവൻ തൈ ഞാൻ ഇവിടെ നടാനായിട്ട് എടുത്തോണ്ട് വന്നത്. ഞാൻ വളർത്തി വലുതാക്കി എങ്ങനെയാ പോലുള്ള മാവ്, അതുപോലെ പ്ലാവ്, നമ്മുടെ ചക്ക, കാച്ചില്, ചേമ്പ്, ഇതുപോലുള്ള എല്ലാ സാധനവും നട്ട് ഇപ്പൊ പുതിയതായിട്ട് ആന്തൂറിയ കൃഷി നടത്തിയാണ് ഞാൻ നിന്നെ വളർത്തിയെടുത്തത്. എന്റെ പൊന്നച്ച, അച്ഛൻ ഇതേപോലെ നട്ട ഏതെങ്കിലും ഒരു വിത്ത് ഇന്നേ വരെ ഗുണം പിടിച്ചിട്ടുണ്ടോ? അപ്പൊ നീ സ്വന്തമായിട്ട് അത് സമ്മതിച്ചതല്ലോ. എടാ ഞാൻ നട്ടതിൽ ഇതായിട്ട് പോയിട്ടുള്ള ഒരേ ഒരു ഐറ്റം നീ മാത്രമേ ഉള്ളൂ. അതെങ്ങനെ പോവാതിരിക്കും? എന്റെ അച്ഛ, കപ്പ കുത്തിയ കാച്ചില് മുളക്കില്ല, അല്ല ഈ മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല, അങ്ങനെയല്ലായിരുന്നു? അതെല്ലാരും പറഞ്ഞു ഓവർ യൂസ്ഡ് അല്ലേ, ചുമ്മാ വെറൈറ്റിക്ക് മാറ്റി പിടിച്ചല്ലേ. എടാ ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ മക്കളെ, നീ ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 10ാം ക്ലാസ്സില്. നീ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയായിട്ട് നിനക്കകത്ത് പോയി ബുക്കൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ട് ഏതെങ്കിലും ഗ്രൗണ്ടിൽ പോയി കളിച്ചൂടെ? എന്റെ ദൈവമേ, ഇങ്ങനൊരു അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണാം. സാധാരണ അച്ഛന്മാര് പറയണ ബുക്ക് എടുത്ത് വച്ചിട്ട് പഠിക്കാനാ പറയണേ. ഇത് പറയാ ബുക്ക് എടുത്ത് അകത്ത് വെച്ചിട്ട് കളിക്കാൻ പാടില്ല. എടാ മക്കളെ, അത് സംഭവം എന്താണെന്നറിയാമോ? നീ എന്തായാലും പഠിച്ചു മാർക്ക് മേടിക്കത്തില്ല എന്നുള്ള കാര്യം അച്ഛൻ അറിയാം. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ പുസ്തകം പഠിച്ച് ഞാൻ പാസ്സായിക്കോളാം. എന്തോ പുസ്തകം പഠിച്ച് ഞാൻ പാസ്സായിക്കോളാം? പുസ്തകം പഠിച്ച് പാസ്സായിക്കോളാം. സ്വന്തം അച്ഛന്റെ പേര് വിക്രമം പിള്ളേന്ന് എഴുതാൻ പറഞ്ഞപ്പോഴത്തേക്കും വികാരമാണ് പിള്ളേന്ന് എഴുതി വെച്ചവനാണ് അവൻ. എന്നിട്ടാണ് അവൻ പഠിച്ച് ചെയ്തോണ്ടാക്കാനായിട്ട് പോണത്. അച്ഛന്റെ ഈ ഫേസ്ബുക്ക് കോമഡി എന്ന് നിർത്തണോ അന്നേ ഈ കുടുംബം ഗുണം പിടിക്കുള്ളൂ. മക്കളെ, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? നീ പഠിച്ചു മാർക്ക് മേടിക്കത്തില്ല. നീ വല്ല സ്പോർട്സിലും ചേർന്ന് സംസ്ഥാന കായികമേളയിൽ പങ്കെടുത്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. അങ്ങനെ ഗ്രേസ് മാർക്ക് കിട്ടി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല ജോലി കിട്ടുവാടാ. നീ അത് മനസ്സിലാക്കണം. എനിക്ക് വേണ്ട സ്പോർട്സ്, വേണ്ട സ്പോർട്സ്, വേണ്ട സ്പോർട്സ്, വേണ്ട. എന്റെ മക്കളെ സ്പോർട്സിൽ വലിയ ആളാക്കണം എന്ന് അച്ഛന്റെ വലിയ ആഗ്രഹമാണ്. പറ്റിയ ആളായി പറയണേ. ഇതും പറഞ്ഞുകൊണ്ട് ചേച്ചീനെ 2 വർഷക്കാലം തേനാ പാലിട്ട് രാവും പകലും 2 ഓടിക്കായിരുന്നു. അവസാനം കൂടെ ഓടിക്കേണ്ടത് ഒരുത്തന്റെ കൂടെ പോയിട്ട് 2 വർഷമായി. എവിടെ പോയത് വരെ ഇതവരെ ഒരു അറിവില്ല. അവളെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുവല്ലേ? എന്നിട്ട് ഇപ്പോഴും ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുവല്ലേ? എടാ പരുന്തുകാലേ പോയാ പോട്ടെന്ന് വെക്കണം. എനിക്ക് അതിനകത്തൊരു കുഴപ്പമില്ല. എടാ മക്കളെ, ഞാൻ പറയട്ടെ, ഈ സ്പോർട്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഇതായിട്ടുള്ള ഒരു സംഭവമാണ്. മക്കൾ സ്പോർട്സിൽ ഇറക്കണം. അതുകൊണ്ട് തന്നെ മോനെ സ്പോർട്സിലേക്ക് ഒരു കോച്ചിങ് തരാനായിട്ട് ഞാനൊരു കോച്ചിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. എടാ നീ അങ്ങനെ പറയരുത്. എടാ നമ്മൾ നല്ല ഇതാക്കണം, നമ്മൾ നല്ല എനർജറ്റിക് ആയി ഇരിക്കണ്ടടാ. അപ്പൊ നമ്മൾ സ്പോർട്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ ഓടണം, ചാടണം. ഇപ്പൊ തന്നെ മോന്റെ അവസ്ഥ എടുക്കുക എന്താണ്? മോന് പോഷകാഹാരത്തിന്റെ കുറവുണ്ട്. എനിക്ക് മോഷണാഹാരം വേണ്ട. മോഷണാഹാരം എനിക്ക് വേണ്ട. എടാ മോഷണാഹാരം എന്നാണോ ഞാൻ പറഞ്ഞത്? നിനക്ക് പോഷകാഹാരത്തിന്റെ കുറവുണ്ടെന്ന്. പാല് കുടിക്കുന്നുണ്ട്, മറ്റേ പിന്നെ താറാമുട്ട, കോഴി, ഇതൊന്നും അല്ല കഴിക്കേണ്ടത്. മക്കളെ, നമ്മുടെ വീട്ടില് അച്ഛൻ വളർത്തുന്ന യമു ഇട്ട മുട്ട അച്ഛൻ നിനക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്.
അയ്യോ ഇത് വേണം മോൻ കഴിക്കാനായിട്ട്. അച്ഛാ ഈ യമുവിന്റെ മുട്ട എനിക്ക് വേണ്ട. അതെന്നാ? ഇത് കൊണ്ട് പോണ വഴിക്കൊക്കെ ഞാൻ തട്ടി വീട് കഴിഞ്ഞ യമു വിചാരിക്കും മുട്ട വിരിച്ചുണ്ടായ കുഞ്ഞാവയാണ് വേണ്ട. നീ വേണ്ടെങ്കിൽ വേണ്ട മോനെ. പക്ഷെ മോനെ നീ എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പോർട്സ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് ഒരുപാട് ശ്രദ്ധിക്കണോടാ. ശ്രദ്ധിക്കാം. മോനെ സ്പോർട്സിൽ പഠിപ്പിക്കാനായിട്ടാണല്ലോ സാർ ഇങ്ങോട്ട് അതെ, 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 അതെ. അപ്പൊ സാറ് വരാൻ നേരത്ത് മോൻ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ ഇരിക്കണം. ഇരിക്കാം. കറക്റ്റ് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തോണം. ചെയ്യാം. ചെയ്യുമല്ലോ. ചെയ്യാം. എന്നാ മോനൊരു കാര്യം ചെയ്യ്. അകത്ത് പോയി റെഡി ആയിട്ട് റെഡി ആയിട്ട് ഓക്കെ. മാഷ് വരാൻ നേരത്ത് റെഡി ആയിട്ട് നിൽക്കണം. അല്ലേ പൊക്കോ. ചോ. എടാ മോനെ, എന്തോ ഇന്ന് നമുക്ക് ഉച്ചക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ എന്താണെന്ന് അറിയാമോ? എന്നതാ? മുരിങ്ങയിലക്കറി. അതെന്നാച്ചാ? അന്റെ ടച്ച് വെട്ടാനായിട്ട് KCB ആള് വന്നേക്ക്. സുഹൃത്തെ, ഞാൻ KSB ടച്ച് വെട്ടാൻ വന്ന ആളല്ല. പിന്നെ? വിളിച്ചു പറഞ്ഞില്ലായിരുന്നു മറ്റേ ഇവിടെ മോൻ എന്തൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു പോൾവാട്ടിന്റെ കോച്ചാണല്ലേ? കാട്ടറമ്മ് പൊക്കിയാന്തോ അല്ല പിന്നെ പറഞ്ഞ കോച്ച് അല്ല കോച്ച് കോച്ച്. അതെ 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 മോനെ പഠിപ്പിക്കാനായിട്ട് വന്നതാ. അല്ല ഇതെന്താ ഈ മുഖത്തൊരു പാടെന്താണ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ അടിച്ച എന്നോട് എന്തെങ്കിലും കണ്ണന്തിരിവ് പറഞ്ഞാൽ മാത്രമേ ഞാൻ അടിക്കാറുള്ളൂ, അല്ലാതെ ഞാൻ വേറെ ഒരാളെ തല്ലാറില്ല. താൻ അടിക്കുന്ന കാര്യമല്ല പറഞ്ഞാൽ താൻ അതായത് സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്പോർട്സ് കാരണങ്ങളെല്ലാം കൂടെ വാരി തേക്കാറുണ്ട്. എന്താണ് പേര്? ദേവസ്യ. ദേവസ്യ. പിന്നെ ഒരു അച്ഛനായോണ്ട് പറയുകയാണ്, എന്റെ മോനെ സ്പോർട്സിൽ അത് നമ്മുടെ സംസ്ഥാന കായികമേളയിൽ പങ്കെടുപ്പിക്കണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇതിനു മുമ്പ് എവിടെയെങ്കിലും ആരെങ്കിലും പരിശീലിപ്പിച്ചല്ലോ അനുഭവം ഉണ്ടോ? കേരളോത്സവം ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ഞാൻ കിടക്കൊരു സാധനം ഉണ്ടായിരുന്നു. ആണോ? പിന്നെ കിടക്ക് സാധനം വരുന്നു. അന്നാ ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അത് പറയാൻ പറ്റില്ല, കാരണം അതിന്റെ അത് കഴിഞ്ഞു. ആ ഫ്ലോ അങ്ങ് പോയി. അത് പോട്ടെ, അത് വിട്. ഞാൻ അതി പിടിച്ച് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെ അടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടോ? ഒരു തവണ അടിച്ച് ഇങ്ങനെ തെറിച്ച് കിടന്നായിരുന്നു. നിങ്ങൾ വെള്ളം അടിച്ച് എവിടെയെങ്കിലും പോയി കിടന്നേണ്ട കാര്യമല്ലേ ചോദിച്ചത്? പ്രൈസും കാര്യങ്ങളൊക്കെ താങ്കൾക്ക് അടിച്ചു കൊടുത്തു. ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ നമ്മളെ വീടിനടുത്തുള്ള പയ്യന്മാർക്കൊക്കെ ഞാനല്ലേ കപ്പെടുത്ത് കൊടുക്കണത്. വൈറ്റാട്ടിയാണ്. അല്ല, ഈ കുടിക്കണ കപ്പെടുത്ത് കൊടുക്കണ കാര്യമല്ല പറഞ്ഞത്. ട്രോഫി പിന്നെ ഞാനല്ലേ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ അത്രയ്ക്ക് മിടുക്കനല്ലേ ഞാൻ. 1992 തോന്നുന്നു ആദ്യമായിട്ട് കേരളോത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആണല്ലേ? അന്ന് ഞാൻ എന്റെ പഞ്ചായത്തിൽ നിന്ന് 49 സീറ്റുള്ള ഒരു ബസ്സാണ് ബുക്ക് ചെയ്തത്. നിർഭാഗ്യവശാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നൊരു സംഭവം ഉണ്ടായി. എന്ത് പറ്റി? എന്നെ വണ്ടി കയറ്റിയില്ല. എനിക്കൊരു ശീലമുണ്ട്, ഞാൻ ഈ പുതിയ സീറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് സ്പോഞ്ച് ഇരിക്കുന്ന കടിച്ചു പറിച്ച് തിന്നളയും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. നാവായിക്കുളം പഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ കിടക്കൊരു സാധനം ഉണ്ടായിരുന്നു. പറയണ്ടേ അത്? അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അത് പറയാൻ പറ്റത്തില്ല. അത് ചളിച്ചോ? പിന്നെ അതിന് പറഞ്ഞിരുന്ന നേരത്തെ ആയിരുന്നെങ്കിൽ അത് പറയായിരുന്നു. എന്റെ ഫ്ലോ അങ്ങ് പോയി. കഷ്ടപ്പാടുന്ന സാധനം. രണ്ട് സാധനം ഞാൻ തന്നെ കൊണ്ട് കളഞ്ഞു. നിങ്ങൾ കിടക്ക് സാധനം ഇല്ലായിരുന്നു. രണ്ടും അത്യാവശ്യം എന്താണെന്ന് അറിഞ്ഞൂടെ? ഈ ഇടയായിട്ട് എനിക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. ഉള്ള സാധനങ്ങൾ മൊത്തം ഞാനായിട്ട് തന്നെ കൊണ്ട് കളഞ്ഞോണ്ടിരിക്കുക. എന്റെ മോനായിട്ട് പറയല്ല. അവനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ? വിളിക്കും ചെറുതിനെ വിളിക്കും, പെട്ടെന്ന് സമയമില്ല. മോനെ കബഡി. കബഡിയാ? എന്റെ മോന്റെ പേര് കബഡി എന്നാണ്. കബഡി എന്നൊക്കെ പേരിടോ? അതായത് എനിക്ക് ഈ സ്പോർട്സിനോട് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിയാണ് കബഡി. അതുകൊണ്ടൊരു കുഞ്ഞുണ്ടായപ്പോൾ ഞാൻ പിന്നെ കബഡി എന്ന് പേരിട്ടു. ഒരു കാര്യം, നിങ്ങൾക്ക് ഹോക്കി ഇഷ്ടപ്പെടാത്തത് കാര്യമായി കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ മോന്റെ കൂട്ടുകാരൻ അവനെ കൂട്ടത്തിരുന്ന് ഹോക്കിയാനെ. മനസ്സിലായി മക്കളെ. മോനെ ഇങ്ങോട്ട് വാ. മോനെ കോച്ചിങ് പഠിപ്പിക്കാനായിട്ട് ഒരാൾ വരും എന്ന് പറഞ്ഞില്ലേ? വാ നിൽക്കുന്ന ആളാണ് ദേവസ്ത്രീ. പിന്നെ എന്തായിരുന്നു പേര് പറഞ്ഞു? ദേവസ്യ. ദേവസ്യ. അങ്കിളിനെ മനസ്സിലായോ? ദേവസ്യ. അപ്പൊ ഇതാണ് എന്റെ ഒരേ ഒരു മോൻ. എന്റെ മോനായോണ്ട് പറയല്ല, ഇതുപോലെ കുരുത്തക്കെട്ട ചെറുക്കം വേറെയില്ല. പറയുന്ന ഒരു സാധനം കേൾക്കത്തില്ല. ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. അമ്മാതിരി ചെറുക്കനാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഇവനെ സ്പോർട്സിൽ പോൾവാട്ടിൽ വേണം ഇവനെ സെറ്റാക്കി എടുക്കാൻ. അത് കുഴപ്പമൊന്നുമില്ല. അല്ല, ഈ പോൾവാട്ടിന് കൊണ്ടുവന്നാണ് ഈ മോള. അല്ല, ഇതും കൊണ്ട് നമുക്ക് അവിടെ മീറ്റിന് പോകാനായിട്ട് പറ്റത്തില്ല. എന്താ? അല്ല, അവിടുത്തെ സംഭവം എന്ന് പറയുന്ന നേരത്തെ അവിടെ മറ്റേ ഒറിജിനൽ ആയിട്ടുള്ള പോൾ വേണം. അല്ലാതെ ഈ മുളയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരല്ലേ, ഞാൻ പോയി വെട്ടിക്കൊണ്ടുവന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ പിള്ളേർക്ക് ഇപ്പൊ ഇത് മേടിച്ചു കൊടുക്കാൻ ആരുമില്ല. പക്ഷെ മെസ്സിയെ കൊണ്ടുവരാനായിട്ട് 1200 കോടി കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കേരളോത്സവം കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇല്ലെന്ന് പറയണം. ഇല്ലെന്ന് പറഞ്ഞ കിടക്കൊരു സാധനം ഉണ്ടായിരുന്നു. നീ എന്തോ മണ്ടത്തരമാണ് ഈ കാണുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ലെന്ന് പറയണായിരുന്നു. പിന്നെ ഞാൻ കേട്ടിട്ടില്ല. നല്ലൊരു സാധനമായിരുന്നു. എനിക്കും അത് കേൾക്കാൻ പറ്റില്ല. ഇനി പറയാൻ നേരത്ത് കേൾക്കാന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇനി അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ അവനൊരു അബദ്ധം പറ്റിയത് അവൻ അറിയാതെ പറ്റിപ്പോയതാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാം അതെന്താണ് ആ സാധനം എന്നുള്ളത്. അതെന്താണെന്നുള്ള ഒരു വെമ്പല്. പക്ഷെ അത് കഴിഞ്ഞു. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാരണം പിള്ളേരടുത്ത് പറയണം, അച്ഛൻ്റെ അടുത്ത് പറയുന്നത് അച്ഛൻ്റെ അടുത്ത് പറയണം. അല്ലാതെ അത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല. നല്ല സാധനം വരുന്നത്. അത് പോയി 3 എണ്ണം കൊണ്ട് എന്റെ കയ്യിൽ നിന്ന് പോയി. നോ പ്രോബ്ലം.
മോനെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. കിടക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് പുട്ട്. ഷോർട്ട് പുട്ട്. അവന് ഷോർട്ട് പുട്ട്, എനിക്ക് ഇത്തിരി ലോങ് പുട്ട് വേണം. കാരണം അവന്റെ ഇത് വെച്ചിട്ട് അവന് ഷോർട്ട് പുട്ട് ഓക്കെയാണ്, എനിക്ക് ലോങ് പുട്ട്. അവൻ കടല കൂട്ടി കഴിക്കും, ഞാൻ പഴവുമായിട്ട്. എന്റെ പൊന്നു പഴമേ, തിന്നണ പുട്ടിന്റെ കാര്യമല്ല പറഞ്ഞ ഇരുമ്പ് ഉരുക്ക് സാധനം എടുത്തെറിയുന്നതാണ് ഷോർട്ട് പുട്ട് എന്ന് പറയുന്ന സാധനം. ഇരുമ്പായിരുന്ന പിന്നല്ലാതെ പഴവ് കൂട്ടി കഴിച്ചേ. മോനെ ഇപ്പൊ തുടങ്ങാം. നമുക്ക് ആദ്യം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ സാറേ, ഞാൻ ഈ സ്പോർട്സ് ചെയ്യാനൊരു വികുമുത കാരണം എന്നാ അറിയാമോ? എന്താ? എനിക്കൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാലിന്റെ ലിഗ്മെന്റിന് ചെറിയ പ്രശ്നം. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് കേട്ടോ, കാല് പെട്ടെന്ന്. എനിക്കും ഉണ്ടാവില്ല. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ നിനക്ക് അതിനുള്ള സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇത് വെച്ച് മടക്കി ഈ സാധനമല്ലേ, ഈ സാധനം വെച്ചിട്ട് നമ്മൾ കണ്ട ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കണ്ട ഇങ്ങനെ ഒരു കെട്ട് അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ മുട്ട അനങ്ങൂല. മക്കളെ കൊണ്ട് അടക്കണം വരിട് കേട്ട്. ഈ സാധനം ഞാൻ ചുറ്റാനാ? എന്റെ സാറ് ചുറ്റിക്കഴിഞ്ഞ സാറിന്റെ മുട്ട് വരെ കറക്റ്റ് ആയിട്ട് നിൽക്കും. ഞാനത് ഇവിടുന്ന് ചുറ്റി ഇവിടെ വരുമ്പോണ്ടല്ലോ കഴുത്തിൽ ഇങ്ങനെ പെടലിയിൽ കുരിയും കിടക്കും. ആൾക്കാർ പറയല്ലേ ഈജിപ്തിലെ മമ്മിയുടെ ഫിഗർ പോണേന്ന്. അപ്പൊ നീ ചുറ്റണ്ട, ഇത് വേഗം നീ അത് ആവശ്യമില്ലാത്ത കാര്യം. അപ്പൊ നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് പോകാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ബോക്സിംഗ് ആണ്. ഇടി ഇഷ്ടമാണോ? ഇടി ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിലൊക്കെ ഇടി വിടോ? ഓക്കെ. പിന്നെ അപ്പൊ ബോക്സിങ്ങിനുള്ള സംഭവം ഞാൻ ആദ്യം പഠിപ്പിച്ചു തരാൻ മോനെ കേട്ടാ. ഇതെന്താണ്? അത് ഉറങ്ങുമ്പോ തലയ്ക്ക് വെച്ച് കിടക്കാനുള്ള സാധനം. അത് നിനക്ക് അതല്ല, ഇത് കയ്യിലോട്ട് ഇടാനുള്ള സാധനമാണ്. ഈ കയ്യിലോട്ട് ഇട്. വീടൊക്കെ സാധനം അങ്ങോട്ട് ഇട്ടാണ് നിന്നെ ഫസ്റ്റ് പഠിപ്പിക്കാൻ പോണ. ഈ ഐറ്റമാണ് നിന്നെ പഠിപ്പിക്കാൻ പോണത്. കൊണ്ടുവന്നേണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഐറ്റം നമ്മുടെ മുഖത്തിന് ഇടിക്കാൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പഞ്ച് ചെയ്യണം, ഇങ്ങനെ പഞ്ച് ചെയ്ത് ഇങ്ങനെ പഞ്ച് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമുക്ക് ആ സാധനങ്ങളിൽ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. പറഞ്ഞണം നിവരാൻ പറ്റണില്ല. പറ്റണില്ലേ? ഇല്ല. ഇല്ലാത്ത കാര്യം അതും കൂടെ ഒരു. അപ്പൊ നിനക്ക് ഇത് പറ്റൂല. അപ്പൊ ഈ സംഭവം നമുക്ക് വേണ്ട, ഇതാണ് കട്ട് ചെയ്യാം. നമുക്ക് ഈ ഐറ്റം നമുക്ക് വേണ്ട. നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് ചെയ്യാം. ഓൾ വാട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന കേട്ടോ. ഈ സാധനത്തിലാണ് നമ്മൾ കുത്തി ചാടാൻ പോണം. അതിലാണ് പിടിച്ചോണ്ട് നോക്കിയോ. ഇത് ഇങ്ങനെ നമ്മൾ പിടിച്ച് ഇവിടെ നിങ്ങൾ ചാടി അക്കരെ പോകും. ഇതാണ് നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചോണ്ട് പോകണം. പിടിച്ചോണ്ട് പോ. ഇതോ വാ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ആ സൈഡിലും കയറി തൂക്കി കിടന്നോ. എടാ നിന്നെ ഇങ്ങനെ വലിച്ചോണ്ട് പോകാനാണ് അത്. ഞാൻ ഇങ്ങനെ പോരി എടുത്ത് അങ്ങ് ചാടി കളയും കേട്ടോ. എന്താ ചെയ്യേണ്ടത്? എടാ ഇങ്ങനെ പിടിച്ചിട്ട് തണ്ട ഇങ്ങനെ ഓടിക്കോണ്ട് വന്ന് എടുത്ത് ചാടിയാണ് പോകാനുള്ളത്. ഞാൻ ഹെൽപ്പ് ചെയ്തോളാം, കുഴപ്പമില്ല. ചെറുക്കൻ സാറിനിടയ്ക്ക് എന്തെങ്കിലും കുസൃതി കാണിച്ചോ എന്തോന്ന് എനിക്ക് അറിയത്തില്ല. പറയാനുണ്ട് സാറേ, എന്റെ മോൻ എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എന്താ ഒന്നുമില്ല, സംഭവം അടിപൊളിയായിരുന്നു. അടിപൊളിയാണല്ലേ? പിന്നെ എന്റെ മോനായതുകൊണ്ട് പറയല്ല, നല്ല മിടുക്കൻ ചെറുക്കനാണ്. എന്തോ ഈ ഇലവഴിഞ്ഞിപ്പുഴ എവിടെയാണ് ചെന്ന് കയറണത്? ഇലവഴിഞ്ഞിപ്പുഴ അറബിക്കടലിൽ ആണോ? അങ്ങനെയാണെങ്കിൽ ഭാരതപ്പുഴ എവിടെയാണ് കയറണം? ഭാരതപ്പുഴ അറബിക്കടലിലോട്ടാണ്. ആണല്ലേ? ഈ വീട്ടിന്റെ അടുത്തുകൂടെ പോകുന്ന ആറ് എവിടെ ചെന്ന് കയറണത്? അത് പിറവോ ആറ്. അത് നമ്മുടെ ഡാമിൽ ചെന്ന് അവിടെ വെച്ച് സ്റ്റക്കാണ്, അവിടെ വെച്ച് നിന്നു തന്നെ. എന്നാ അതുവരെ ഒന്ന് പോകേണ്ടി വരും. അതിന് അങ്ങോട്ട് പോണേ. മോൻ ചെറുതായിട്ടൊന്ന് ചാടി പാറ്റി വീണ്. കുഴപ്പമൊന്നുമില്ല, മോൻ സേഫാണ്. എന്റെ ദൈവമേ, എന്റെ ചെറുക്കൻ ആറ്റിനകത്ത് വീണെന്ന്. നിങ്ങൾ ആദ്യം അവനെ നീന്തൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല, പഠിച്ചു കഴിഞ്ഞു. നീന്തൽ പഠിപ്പിക്കേണ്ടത് എന്തോ വർത്തമാനാണ് പറയുന്നത്. എന്റെ ചെറുക്കൻ ആറ്റിനകത്തോട്ട് പോയതോ? അതിന് താരം ആദ്യം എന്തിനാണോ വന്ന് ഇലവലിപ്പുഴയുടെ അതുപോലെ തന്നെ അറബിക്കടലിലും മറ്റു ഇതിന്റെയൊക്കെ കാര്യം എന്നോട് പറഞ്ഞു തരാം. ഞാൻ ഓടിക്കൊണ്ട് നിങ്ങളെ മോ ആറ്റി വീണെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് നൈസിന് ആദ്യം ഒന്ന് ഇട്ടതല്ലേ. നല്ലതായിട്ട് നല്ലൊരു കൈയടി, നല്ലൊരു കോച്ച് അല്ലേ പ്രസാദേട്ടാ? അതെ അതെ അതെ, വലിയ വിവരമൊന്നും ഇല്ലാത്തൊരു കോച്ചാ. ഏതായാലും നിങ്ങളുടെ കോച്ചിങ്ങും നിങ്ങളുടെ പെർഫോമൻസും ഒക്കെ നന്നായിരുന്നു. പക്ഷേ ഈ ഹാസ്യത്തിൻ്റെ മേഖലയിൽ നിങ്ങൾ അധികം കോമഡികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം. ചിരിപ്പിക്കണം നമ്മളെ എല്ലാവരെയും. ചിരിപ്പിച്ചാലല്ലേ നമുക്ക് കൂടുതൽ മാർക്കുകൾ ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ പെർഫോമൻസ് കൊള്ളായിരുന്നു. അതിൻ്റെ ക്ലൈമാക്സ് അവസാനം കുഴപ്പമില്ല, പുള്ളി ഒഴുകിപ്പോയി എന്ന് പറയുമ്പോഴും അതിനകത്തൊരു ഹ്യൂമർ വരണ്ടേ. അതുപോലെ തന്നെ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം, പേര് കുമ്പാരി ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുമ്പോൾ അറിയാമെങ്കിൽ ഒരു നല്ല കോമഡി പറയായിരുന്നു എന്ന് പറയുന്നൊരു സാധനം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് 3 നന്നായിരുന്നു. ആ സാധനം നല്ലൊരു രസകരമായൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കോമഡി ആയിരുന്നു ആ സാധനം. ബാക്കി ഇതിൻ്റെ ഓരോരോ ഐറ്റംസിനെ കുറിച്ച് ഗംഭീരമായിട്ട് ബിജിക്കുട്ടൻ പറയട്ടെ. താങ്ക് യു പ്രസാദേട്ടാ. ബിജിക്കുട്ടൻ ചേട്ടാ, പ്രസാദം പറഞ്ഞതിൻ്റെ ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനെ പളപളാന്ന് വെട്ടിത്തിളങ്ങണ സ്കിറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളിങ്ങനെ പോളിഷ് ചെയ്തിട്ട് അങ്ങോട്ട് കറക്റ്റായില്ലേ ഇല്ലയെന്ന് തന്നെ പറയാം വേണമെങ്കിൽ. കാരണം ഇത് വളരെ റെയറായിട്ടുള്ളൊരു കണ്ടൻറ്റാണിത്.
നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിപ്പിക്കാൻ, ഇൻസ്ട്രുമെന്റ് പലതും പഠിപ്പിക്കാൻ നമ്മുടെ വീട്ടിൽ വരും അല്ലേ? അതുപോലെ തന്നെ ട്യൂഷൻ പഠിപ്പിക്കാൻ വരാറുണ്ട്, നൃത്തം, പാട്ട്. പക്ഷേ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ അങ്ങനെ വരാറില്ല. അത് അങ്ങനെ പറ്റുന്നൊരു കായിക ഇതല്ല, ഇനമല്ല അത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സാധനം ചെയ്യായിരുന്നു. കാരണം ഒരുപാട് തമാശകൾ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു സ്കിറ്റായിരുന്നു അത്. പ്രസാദം പറഞ്ഞ കറക്റ്റാണ്. എനിക്ക് അതിനകത്ത് മാത്രമേ എനിക്കൊന്ന് ചിരിക്കാണ്ടായിരുന്നുള്ളൂ. അത് പറഞ്ഞിരുന്നെങ്കിൽ, അതില്ലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കിടുക്കൻ സാധനം അടിച്ചേനെ. അയ്യോ ഇനി പറയാൻ പറ്റില്ല, ഇനി പറഞ്ഞു, എൻ്റെ ഫ്ലോ പോയി. അത് നല്ല സാധാരണ എനിക്ക് തോന്നുന്നൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു അത്. അന്ന് നമ്മുടെ ഫ്ലോറിന് പറ്റിയ തമാശ ആയിരുന്നത്. കാരണം അത് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു ലാഗ് അടിച്ചില്ല. പിന്നെ നിങ്ങളിങ്ങനെ 3 പേരും വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ വാനോളമാണ്. അപ്പം നിങ്ങൾ ആ വാനോളമുള്ള പ്രതീക്ഷ എന്ന് പറയുമ്പോൾ നമുക്കത് കൂടുതൽ തന്നെയാണ്. അത് നിങ്ങളെ പറഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ചാൽ അതിൻ്റെ ഗുണങ്ങളാണത്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതെല്ലാം നികത്തി അങ്ങനെ ചെയ്താൽ മതി, നോ പ്രോബ്ലം. കാരണം ഇതൊക്കെ കൈ കിട്ടുന്നത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയ ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തോ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാന്ന് മാത്രം കരുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. കണ്ടന്റിന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. കണ്ടന്റ് കാര്യം ഇതൊത്തിരി നമ്മൾ കണ്ടുപോയത് ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് വീട്ടിൽ വരുന്നത്. അതിൻ്റെ അകത്തൊക്കെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ ചെയ്യുന്നതിന്. ഇതിപ്പം നമ്മൾ കുറേ ഐറ്റംസ് പഠിപ്പിക്കാനായിട്ട് അവിടെ വരുന്നത്. ഒന്ന് എറിയുന്നത്, മറ്റേ അത് കൊള്ളായിരുന്നു, ആ കയ്യൊറ ഇട്ടിട്ട് ഇവിടെ ബോക്സിങ്ങിൻ്റെ ആ സാധനം ഇട്ടിട്ട് നേരെ പോയി വീണ് കിടക്കുന്ന അങ്ങനെയുള്ള കുറേ നുറുങ്ങ് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ചേർത്തിനെങ്കിൽ ചിലപ്പം പോയേനെ. അതാണ് ഇതിൻ്റെ അകത്ത് പറ്റിപ്പോയത്. പിന്നെ നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ക്രിപ്റ്റും അല്ല ഇത് കേട്ടോ. നിങ്ങൾക്ക് 3 പേർക്ക് 3 റേഞ്ചിലുള്ള കളിയാണല്ലോ. അതിന് പറ്റിയ ഒരു സാധനമല്ലായിരുന്നു ഇത്. അതിൽ പറ്റിപ്പോയതല്ല, അത് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. നിങ്ങളിലുള്ള കുഴപ്പമില്ല, നമ്മൾ തിരഞ്ഞെടുത്ത ആ സബ്ജക്റ്റും അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കൗണ്ടറുകളുടെ കാര്യങ്ങളിലൊക്കെ വീഴ്ചകൾ പറ്റിയതാണ്. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കണം. നമുക്ക് എടുത്താലേ ഉള്ളൂ നമുക്ക് മുമ്പോട്ടുള്ള യാത്ര നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആരാണ് ആദ്യം മാർക്സ് തന്നു തുടങ്ങണേ? ഞാൻ കൊടുക്കാം. ഞാനൊരു 6000 രൂപ കൊടുക്കാം. 6000 രൂപ. ഞാനൊരു 7000 രൂപ കൊടുക്കാം. 13000 രൂപ. പ്രസാദേട്ടാ ഞാൻ അവിടുത്തെ വരാം. ടോട്ടൽ എമൗണ്ട് 25000 രൂപ. ഇത് നമ്മളെ സംബന്ധിച്ചൊരു എമൗണ്ട് അല്ല. അടുത്ത പ്രാവശ്യം ചേട്ടാ ഒരു ഉഗ്രനായിട്ടുമായിട്ട് വരണം. ഓക്കെ ചേട്ടാ മനു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഇതുവരെ വരാത്തൊരു ഐറ്റമാണ് മോനെ കൊണ്ടുവരാൻ പോകുന്നത്. ഒരു പയ്യൻ അങ്ങ് കാസർഗോഡ് നിന്നാണ് വന്നിരിക്കുന്നത്, മണികണ്ഠൻ എസ്. എന്താണ് ഐറ്റം എന്നുള്ളത് അളിയൻ വന്നിട്ട് പറയും. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലേക്ക് ലെറ്റ്സ് വെൽക്കം മണികണ്ഠൻ. യെസ്. വെൽക്കംടാ. താങ്ക് യു. എന്താണ് വിശേഷം? സന്തോഷം. എന്താണ് മണികണ്ഠൻ നമ്മുടെ ഐറ്റം? അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്, ഫിംഗർ ഡ്രംസ് എന്നാണ് ഇതിന്റെ പേര്. ഫിംഗർ ഡ്രംസ്. അതായത് നമ്മുടെ വിരൽ കൊണ്ട് മ്യൂസിക് ഉണ്ടാക്കാം. നമ്മുടെ ഈ 2 വിരൽ യൂസ് ചെയ്തിട്ട് മ്യൂസിക്, വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല, ഇതുമ്മ കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ വിരൽ മാത്രം യൂസ് ചെയ്തിട്ട് ശബ്ദം വരുന്നത് ഇതുമേ തന്നെയാണല്ലേ? അതെ. ഓ, അത് മൊത്തം. അതിൽ നിന്ന് എങ്ങനെയാണ് മ്യൂസിക് വരുന്നത്? മ്യൂസിക്കോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം തന്നെ. പിന്നെ അപ്പൊ ഇൻസ്ട്രുമെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കൈമ. അപ്പൊ താളബോധം ഉണ്ട്. നമ്മൾ ഈ ചെണ്ടമേളൊക്കെ പോകുമ്പോഴേക്കും വീട്ടിൽ വന്നിട്ട് അത് അനുകരിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് പാത്രത്തിലൊക്കെ അടിച്ചിട്ട്. പിന്നെയാണ് ഒരു മ്യൂസിക് ഓക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്തു. ആദ്യമായിട്ട് ഞാൻ ഒരു റെക്കോർഡിന് കൊടുത്തു. ഇപ്പൊ ഒരു 2 റെക്കോർഡ് ഫിംഗർ ഡ്രംസിലുണ്ട് നിലവിൽ. ഇനി ആ ഫിംഗർ ഡ്രംസ് ശരിക്കും പറഞ്ഞാൽ പകുതി പേർക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലാവും ഞാൻ. ഓക്കെ, ഫസ്റ്റ് പെർഫോമൻസ്. ഭൂമി തുറന്ന് നീ അപ്പുറം പോയിടേ, വൈഡൂര്യ കൊട്ടാരം കപ്പം കെട്ടാം, വൈഡൂര്യ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാൻ വഴിയില്ലാത്തോനെന്തും വീമ്പളക്ക, കാണാൻ പോകണ പൂരം ചൊല്ലണ ധാരാളമ്പട പുഞ്ചാളി, നീയോ നിന്റെ പാർപ്പവാശക്കാരോ ചൊല്ലട കൂത്താടി, തൊട്ടച്ചാണി ദൂരം ചാടും പോയിട്ടത്തിന് മാനം മുട്ടാൻ മോഹം, കണസാ ഗുണതാ പറയാതടിവൈകൂവേ, കണിച്ചം കണിയും തകിടം മറിയും പൂഹേ, മുറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചം, അടി പറയാൻ അവയിടാൻ മടയൊരു ചെത്തരം ഒരു ജഗ മനസ്സിലുവേ മടിയിലുവേ യമടടിയാ മലമടിയാ കടിയാ മടയാ ഇടിയാ പൊടിയാ മറേ ചെറുതേ പോടാ പോയി ചെലവിന് ചെല്ലറ വരവിന് ചെറു വേലകൾ ഇരവിൽ കരയുടെ പകരക്കടവും പിഴയും നേരം മുടുകും ദുരിതും തലയിൽ കെട്ടുവിടാ. പടകാളികൾ കണ്ടരി പോറ്റി മാറ്റി ഭഗവതി അടിയനിൽ അടിവോടി നിത്തിരി കണിയണമേ, പടകാളി കണ്ടരി പോറ്റി മാറ്റി ഭഗവതി അടിയനിൽ അടിവോടി നിത്തിരി കണിയണമേ. ഇതാണ് അപ്പൊ ഐറ്റം. അങ്ങനെയാണ് ഒരു ഉഗ്രൻ കൈഡി കൊടുത്തേ.
ഇത് കാണുന്ന 90% ആൾക്കാർ ഇങ്ങനെ വീശിക്കഴിഞ്ഞാൽ സൗണ്ട് വരാൻ പോകുന്നില്ല അല്ലേ? ഒന്ന് വെറുതെ അതാ വരികയല്ല. ആ ചിരട്ടയൊക്കെ ഒരു അടങ്ങിയിരിക്കാൻ പറഞ്ഞേ. അല്ല ഞാൻ ശബ്ദം വേണമെങ്കിൽ വരുത്താട്ടാ, നമുക്ക് താളത്തിൽ അടിയാൻ പറ്റില്ല. അല്ല ഇത് ഇങ്ങനെ അടിക്കാൻ വേദന എടുക്കുവോ കൈക്ക്? ആദ്യമൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ എല്ലാം പെയിൻ എടുക്കും. ഓ ശരി ശരി. ഇപ്പൊ ഇങ്ങനെയല്ല നമ്മുടെ ഈ വിരല് ഇതിലേക്ക് തട്ടുന്നതാണ്. താളത്തിൽ പറ്റില്ല. അതായത് ഒരു വിരൽ പോയി അടുത്ത വിരലിൽ അടിക്കണം. അതെ അതെ. ഈ 5 വിരലും ഈ 4 വിരലിന്റെ അല്ല, ഈ 2 വിരലും തമ്മിലാണ് അടി. അപ്പൊ എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്തു? എങ്ങനെ ഇങ്ങനെ ഒരു സാധനം പഠിക്കാമെന്ന് തീരുമാനിച്ചു? എന്തെങ്കിലും ഒരു യുണീക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു മ്യൂസിക്കിൽ. അപ്പോ എനിക്ക് ആകെ അറിയുന്നത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുക വിചാരിച്ചു. 2022 ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. അത് പിന്നീട് 24 എത്തുമ്പോൾ അത് ഒരു വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡായി. 1 മിനിറ്റിൽ 235 സ്നാപ്പാണ് അടിച്ചത്. 1 മിനിറ്റിൽ 235 സ്നാപ്പോ? അതായത് ഒരു 1 ഹാൻഡിൽ 1 മിനിറ്റിൽ 235 സ്നാപ്പ്. അങ്ങനെ കൗണ്ട് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലേ? ഇത് കണ്ട് ആരെങ്കിലും കണ്ടിട്ട് ഇൻസ്പയർ ആയാണ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാൻ ആദ്യം ഇത് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചാണ്. പിന്നെ സോഷ്യൽ മീഡിയാസിൽ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ശ്യാം വെള്ളിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ. അപ്പോൾ അവരെ കണ്ട് ഇൻസ്പയർ ആയി. പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഒരു 3 വർഷമായിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്. അടിപൊളി. എങ്ങനെ ഇവിടെ എത്തി? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും വരണമെന്ന് ആഗ്രഹിച്ച ഒരു വേദിയായിരുന്നു ഇത്. ഞാൻ സ്ഥിരം പ്രേക്ഷകനാണ് ഇത് ഐറ്റം വേറെയുടെ. പക്ഷേ ഇന്നാണ് ഈ ഒരു സമയം വന്നു ചേർന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ കുറെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ഒരു വേദിയിലേക്ക് വരാൻ വേണ്ടി. പക്ഷേ അതെ അപ്പോ ഒന്നാമെന്ന് വെച്ചാൽ ഈ ഫിംഗർ ഡ്രം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവൂല. അതായിരിക്കും. എങ്ങനെയെങ്കിലും ഒരു സോഷ്യൽ മീഡിയസിലെങ്കിൽ ആരെങ്കിലും ഒരാൾ കാണണമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇത് മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്ന എടുക്കൂല ചിലപ്പോ എന്റെ ഈ സ്കിൽ മാത്രം. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ്റെ ഒന്നിച്ച് അവൻ പാട്ട് പാടും. അപ്പൊ ഞാൻ റിതം വായിച്ചിട്ട് ഒരു റീൽസ് ഇട്ടായിരുന്നു. അപ്പൊ അത് ആ റീൽസ് കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് കോൾ വരുന്നത്. ഒറ്റയ്ക്ക് കുറെ ട്രൈ നോക്കി വരാൻ പറ്റിയില്ല. അങ്ങനെ ഒരു കൂട്ടുകാരനെയും കൂട്ടി ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ വൈറലായി. ആ വീഡിയോ കണ്ട് നമ്മൾ പറഞ്ഞു എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരുടെ വാ. വിഷ്ണു വെൽക്കം ഡാ. എവിടെ വിഷ്ണു സ്ഥലം എവിടെയാ? എന്റെ സ്ഥലം കാസർഗോഡില് ബദിയടുക്ക പറയുന്ന സ്ഥലമാണ്. ഞാൻ കാസർഗോഡില് മുളിയാർ എന്ന് പറയുന്ന സ്ഥലം. ഒരുപാട് ദൂരെയാണോ അടുത്തടുത്താണോ? എന്റേത് ഏകദേശം ഒരു ബോർഡറാണ്. അതായത് കർണാടക പിന്നെ കേരളത്തിന്റെ ഒരു ബോർഡർ. അതുകൊണ്ട് എന്റെ മദർ ടങ്ക് കന്നഡയാണ്. അടിപൊളി. എന്നാ പിന്നെ നമുക്കൊരു പെർഫോമൻസ്. വിഷു പാടുന്നു പിന്നെ വായിക്കുന്നു. ഓക്കെ. മറ്റേ മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ മോടിക്കൂട്ടാൻ മേടസൂര്യൻ കാവലാള നീലരാത്രി കുന്നിനുമേലെ കുറുകി നടക്കും മാടപ്രാവുകളെ വെള്ളിപ്പറവകഴി വഴിവാരി പാറി വരുന്നുണ്ടേ. മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ പൂമുറ്റത്തു പൂപ്പന്തൽ പന്തൽ മേഞ്ഞ മൂവന്തി മുത്തും കോത്തു നിൽപ്പുണ്ടേ പൂവാൽ പൂങ്കുയിൽ വേണം നല്ലൊരാനന്ദം കേൾക്കാം നല്ല കച്ചേരി പാടാൻ വന്നതാരോ പൂവാൽ പൂങ്കുയിൽ ആടാൻ വരുമോ അടിവാൽ മയിലേ തകിലും കുഴലും തരുമോ നീ തുള്ളി തുള്ളി പാറി നടക്കും വെള്ളിപ്പറവകളെ തൊട്ടാവാടി പാടി വറക്കും വെള്ളിപ്പറവകളെ മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ മോടിക്കൂട്ടാൻ മേടസൂര്യൻ കാവലാള നീലരാത്രി.
മണികണ്ഠ അടിപൊളി. മണികണ്ഠൻ നല്ല ഹാപ്പി ആയിട്ടാണ് ചെയ്യണല്ലേ. അതാ സന്തോഷം, ആ ചിരിച്ച്. കാരണം ഇത് ഭയങ്കര സ്ട്രെയിനുള്ള സംഭവമാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം, പക്ഷെ അത് ഭയങ്കര സന്തോഷം. വളരെ ഈസി ആയിട്ട് നമുക്ക് ആഗ്രഹമുള്ള സാധനം നമ്മൾ ചെയ്യുന്ന പോലെ, നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തെത്തിയ പോലെ എല്ലാ സന്തോഷവും ഉണ്ട് കേട്ടോ മണികണ്ഠൻ്റെ ഫേസിൽ. അതുപോലെ വിഷ്ണുവിൻ്റെ നല്ല ശബ്ദം ഉണ്ട്. ഈ സ്റ്റേജ് ആർട്ടിസ്റ്റുകളോട് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, എൻജോയ് ചെയ്യാൻ പറയും. പാടാനാണെങ്കിലും ഡാൻസ് ചെയ്യാനാണെങ്കിലും സ്കിറ്റ് ചെയ്യാനാണെങ്കിലും എൻജോയ് ചെയ്ത് അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടു. പുള്ളി എത്ര വർഷം കൊണ്ടാ പഠിച്ചെടുത്തത്? എനിക്ക് ആദ്യം റൈറ്റ് ഹാൻഡ് മാത്രം വന്നോണ്ടേ, പിന്നെ ആണ് ലെഫ്റ്റ് ഹാൻഡിൽ കുറച്ച് ടഫാണ് എടുക്കാൻ. പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് ഏകദേശം ഇപ്പോ ഒരു 3 വർഷം. അതാണ് നല്ല കാര്യങ്ങൾ ചിന്തിച്ചു അതിനുവേണ്ടി എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എത്തേണ്ടടുത്ത് എത്തും അല്ലേ? തീർച്ചയായിട്ടും. വിഷ്ണു ഗാനമേളക്കൊക്കെ പോകുന്നുണ്ടോ? ഇല്ല. പഠിക്കുന്നുണ്ടോ? ഇപ്പൊ രണ്ടുപേരും എന്ത് ചെയ്യണം? ഞാനിപ്പോ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാസർഗോഡില്. മണികണ്ഠൻ? ഞാൻ PG കഴിഞ്ഞു, MA കന്നഡ ലിറ്ററേച്ചറാണ്. വിഷ്ണുവിന്റെ ഒരു സോങ് തനിയെ കേൾക്കാൻ ആഗ്രഹം. ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാടിട്ടോ. തൊട്ടാൽ വീരിയുന്ന പെൺപൂവേ, വീരൽ തൊട്ടാൽ വീരിയുന്ന പെൺപൂവേ, കുളിർ മഞ്ചിൽ കൂറുകുന്ന വെൺപ്രാവേ, ഒന്നു കണ്ടോട്ടെ ഞാൻ, മെയിൽ തൊട്ടോട്ടെ ഞാൻ, നിനക്കെന്തഴകാനഴകേ, നിറവാർ മഴവിൽ ചിറകേ, നിലവിൽ വിരിയും നിലവേ, വീരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ. നെഞ്ചിൽ തഞ്ചി നിന്റെ കൊഞ്ചൽ നാദം, പാടും പാട്ടിന്റെ പഞ്ചാമൃതം, കണ്ണിൽ മിന്നി കനൽ മിന്നൽ നാളം, ആരും കാണാത്ത ദീപാകുരം, നിന്നോടു മിണ്ടാൻ നിന്നെ തലോടാൻ, ചുണ്ടോടു ചുണ്ടിൽ തേനുണ്ടു പാടാൻ, മോഹിച്ചു നിൽപ്പാണു ഞാൻ, നിനക്കെന്തഴകാനഴകേ, നിലവാർ മഴവിൽ ചിറകേ, നിലവിൽ വിരിയും നിലവേ. ഏതോ ശൃംഗാര സല്ലാപങ്ങൾ, പിന്നിൽ ചിന്നും നൂറുവെൺ താരങ്ങൾ, നിന്റെ കൺകോണിൽ മുത്തം വച്ചു, ആരും മയങ്ങും ആവാരപ്പൂവേ, ആരോരുമാരെ നീ കാത്തു നിൽപ്പു, നീ എന്റെ നീലാംബരി, നിനക്കെന്ത
കണ്ടോട്ടെ ഞാൻ മെയിൽ തൊട്ടോട്ടെ ഞാൻ നിനക്കെന്തഴകാനഴകേ നിറവാർ മഴവിൽ ചിറകേ നിലവിൽ വിരിയും നിലവേ. വിഷ്ണു അടിപൊളി. വിഷ്ണുവിന് ഒരു നല്ല കൈയടി ആവാം. കിടിലൻ. നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ എന്താണ് മനസ്സിൽ ഈ വേദിയിൽ വന്നപ്പോൾ തോന്നിയത്? അത് നമുക്ക് അങ്ങോട്ട് ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുമോ എന്നുള്ള ഒരു ഇത് നമുക്കുണ്ടാവും. ആർക്കും അങ്ങനെ ഒരു വലിയ സ്റ്റേജിലേക്ക് ഓക്കെ നമ്മൾ ടി വിയിൽ കാണുന്നതാണ്, പക്ഷെ അത് നേരിട്ട് കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയ്ക്കും അത്രയ്ക്ക് റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റേജിന്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹിച്ച സാധനങ്ങൾ ലേറ്റായിട്ടാണെങ്കിലും നമുക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എന്തായാലും വിശ്വാസമായി. അതെ, ഇപ്പൊ പറഞ്ഞ ഡയലോഗ് ഇല്ലേ, ഒരുപാട് ആഗ്രഹിച്ചിട്ടാണെങ്കിലും അതൊന്ന് ಕನ್ನಡ ಭಾಷೆ പറഞ്ഞു. ತುಂಬ ಸಂತೋಷ ಈ ಒಂದು ವೇದಿಕೆ ಸಿಕ್ಕಿದ್ರಲ್ಲಿ. ನಾನು ತುಂಬ ಹೆಮ್ಮೆ ಪಡ್ತೇನೆ. ಯಾಕೆಂತೇಳಿದರೆ ನನ್ನ ಒಂದು ದೊಡ್ಡ ಕನಸಾಗಿತ್ತು ಈ ಒಂದು ವೇದಿಕೆ ಸಿಕ್ಕಬೇಕು ಅಂತ. ನಾವು ಎಷ್ಟು ಪರಿಶ್ರಮ ಇಟ್ಟರೂ ಕೂಡ ಅದು ಮುಂದೆ ಒಂದ್ಸಲ ನಮಗೆ ಯಾವತ್ತೂ ಕೂಡ ಸಿಗ್ತದೆ ಅಂತ ಇರೋ ಒಂದು ಭರವಸೆ ನಮ್ಮಲ್ಲಿದ್ರೆ ನಾವು ಯಾವತ್ತೂ ಕೂಡ ಗೆಲ್ತೇವೆ. അതാണ് അതിന്റെ സത്യം. ഇതിന്റെ മറു കന്നഡ പറയണത് അങ്ങനെ തോന്നുന്നുണ്ടോ? പ്രസാദേട്ടാ ബാക്കി പറഞ്ഞു കൊടുക്കും. താങ്ക് യു. ചാരി നേരെ ഇരുന്നാളാ, ചാരിയും ഇരുന്ന്. മക്കളെ രണ്ടുപേരും കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഒരുപാട് ആഗ്രഹിച്ച് വന്ന വേദിയാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാർ ഈ വേദി വന്ന് അവരുടെ ടാലന്റ് നമ്മുടെ പ്രേക്ഷകരെ കാണുമ്പോൾ ആ സന്തോഷം നിങ്ങൾ പ്രകടിപ്പിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഇത് നിങ്ങളുടെയും കൂടെ വേദിയാണ്. അവർ രണ്ടുപേർക്കും ഒരു നല്ല കൈഡി. ഓക്കെ, താങ്ക് യു വിഷ്ണു, താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് കാണാം. ഓക്കെ, നമ്മളെ പ്രൗഡാക്കാൻ വേണ്ടി ഈ ഫിംഗർ ഡ്രംസുമായിട്ട് ലോകം മൊത്തം കറങ്ങ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നല്ല കൈഡി. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം കഴിഞ്ഞു ഗായ്സ്. പൂർവാധികം ശക്തി സംഭരിച്ച് ഇതിൽ കൂടുതൽ ചിരിക്കാൻ നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരും. പക്ഷെ നമ്മൾ നല്ലൊരു കൈഡി കൊടുക്കണം. നമുക്ക് ഇത്തവണയും വന്നത് കാലിക്കറ്റ് ആശാരിമുക്കിലെ രുചി കാറ്ററിംഗിലെ ജീവനക്കാരും അവരുടെ ഫാമിലിയൊക്കെയാണ്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം. അടിപൊളിയായിരുന്നു. നമുക്ക് പോയില്ല, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണണം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്.